നമസ്കാരം. ആഗോളതലത്തിൽ ആണവായുധ മത്സരത്തിന്റെ ചിത്രം മാറ്റിവരയ്ക്കുന്ന ഒരു സുപ്രധാന പ്രഖ്യാപനമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. റഷ്യ തദ്ദേശീയമായി നിർമ്മിച്ച ആണവശക്തി നൽകുന്ന ക്രൂയിസ് മിസൈൽ ബുറേവെസ്നിക് വിജയകരമായി പരീക്ഷിച്ചതായി ക്രെംലിൻ അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഈ ആയുധത്തെ ആർക്കും തടയാൻ പറ്റാത്തത് എന്നാണ് വിശേഷിപ്പിച്ചത്. നാറ്റോ രാജ്യങ്ങൾ SSC-X9 സ്കൈഫോൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈൽ ലോകത്തിലെ ഏക ആണവോർജ ക്രൂയിസ് മിസൈലാണ്. രാസ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്ന പരമ്പരാഗത മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ബുറേവെസ്നിക് പ്രവർത്തിക്കുന്നത് അതിലെ മിനിയേച്ചർ ആണവ റിയാക്ടർ ഉപയോഗിച്ചാണ്. ഇത് മിസൈലിന് ഇന്ധനം നിറയ്ക്കാതെ ദിവസങ്ങളോളം പറക്കാനുള്ള, അതായത് അനന്തമായ ദൂരപരിധി നൽകുന്നു. വളരെ താഴ്ന്നു പറക്കാനുള്ള കഴിവ് കാരണം പാശ്ചാത്യ രാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഇത് കബളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ദിശകളിൽ നിന്നും ലക്ഷ്യങ്ങളെ സമീപിക്കാൻ ഇതിന് സാധിക്കും. ഈ മിസൈൽ ഒരു തന്ത്രപരമായ ഗെയിം ചേഞ്ചറാണ്. ഭൂഖണ്ഡങ്ങളെ മറികടന്ന് പ്രതിരോധ കോട്ടകളെ മറികടക്കാനുള്ള ഇതിന്റെ ശേഷിയാണ് പാശ്ചാത്യ സൈനിക തന്ത്രജ്ഞർക്ക് ഇതൊരു പേടി സ്വപ്നമായി മാറുന്നത്. ഈ പരീക്ഷണം വിജയിച്ചതോടെ ആഗോള ആണവായുധ മത്സരം മുൻപത്തേതിലും വേഗത്തിലും രഹസ്യ സ്വഭാവത്തോടെയും മാരകമായും തിരിച്ചെത്തിയിരിക്കുന്നു. പ്രസിഡന്റ് പുടിൻ സായുധ സേനയുടെ കമാൻഡ് പോസ്റ്റ് സന്ദർശിക്കുകയും ഈ തനതായ ആണവായുധ ശേഷിയുള്ള മിസൈലിനെ പ്രശംസിക്കുകയും ചെയ്തു. നിർണായക പരീക്ഷണങ്ങൾ പൂർത്തിയായി എന്നും ഇനി ഇവയെ യുദ്ധസജ്ജമാക്കാനുള്ള നടപടികൾ മാത്രമാണ് ബാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മിസൈലിന്റെ ശേഷി റഷ്യ കുറച്ചുകാലമായി ചർച്ച ചെയ്യുന്നതാണ്. എങ്കിലും മുൻപ് നടന്ന പരീക്ഷണം പരാജയപ്പെടുകയും ആണവ വികിരണങ്ങൾ നീക്കം ചെയ്യാനായി സംഘത്തെ അയക്കേണ്ടി വന്നതും ഇത് ആണവശക്തിയുള്ള മിസൈലാണെന്ന് ഉറപ്പിക്കുന്നു. യുക്രൈനിലെ നിലവിലെ യുദ്ധ പശ്ചാത്തലത്തിൽ ഈ പ്രഖ്യാപനം നടത്തിയത് യുക്രൈന് സൈനിക സഹായം നൽകുന്ന രാജ്യങ്ങൾക്കുള്ള ശക്തമായ ഒരു സൂചനയാണ്. റഷ്യയുടെ ബുറേവെസ്നിക് മിസൈൽ ലോകശക്തികൾക്കിടയിൽ പുതിയ ഭീതിയും തന്ത്രപരമായ വെല്ലുവിളികളും ഉയർത്തുന്നു.